ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം നടപ്പിലാക്കുമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുന്നു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം 3 മാസത്തിനുള്ളിൽ നടപ്പാക്കും എന്ന അന്നത്തെ ഗതാഗത മന്ത്രിയുടെയും വൈപ്പിൻ MLAയുടെയും ഉറപ്പ് പാഴായിട്ട് ഒരു വർഷം പിന്നിട്ടു. ഗോശ്രീ പാലങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 20 വർഷം ആയിട്ടും ബസ്സുകളുടെ നഗരപ്രവേശനം നടപ്പാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ അടുത്ത് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ബസ്സുകളുടെ നഗരപ്രവേശനത്തിന് അനുവാദം നൽകുന്ന കാര്യങ്ങളിൽ 25 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തി വിജ്ഞാപനം ഇറക്കിയതിനാൽ നിലവിൽ ഗോശ്രീ പാലം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ എറണാകുളം നഗരപ്രവേശനം നാമമാത്രമായി തീരുന്ന അവസ്ഥയാണ്. പറവൂർ, മുനമ്പം, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിൽ നിന്നും ഗോശ്രീ പാലം വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായ നഗരപ്രവേശനം ആകുകയുള്ളൂ. ദൂരപരിധി എടുത്തുകളഞ്ഞ് നാറ്റ്പാറ്റ് നിർദ്ദേശിച്ച രീതിയിൽ യഥേഷ്ടം നഗരപ്രവേശനം അനുവദിക്കണം. ബസ്സുകള് ഇന്നത്തെ നിലവില് ഹൈക്കോടതി കൊണ്ട് ഇറക്കിക്കൊണ്ട് ജനങ്ങൾ തിങ്ങിലറിഞ്ഞാണ് ബസ്സുകളിൽ പോകുന്നത്. എത്രയും വേഗം വൈപ്പിൻ MLA പുതിയ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി ഇതിന് ഉടൻ പരിഹാരം ഉണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി വീണ്ടും ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിളി പറഞ്ഞു. സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ്, ട്രഷറർ ഫ്രാൻസിസ് അറയ്ക്കൽ, കേരള പ്രതികരണ സമിതി ചെയർമാൻ NG ശിവദാസ് എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.